മോളെ നീ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അച്ഛനു ശേഷം അവൾക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. ജീവിതത്തിൽ എല്ലാം ഒന്നും എപ്പോഴും സത്യമാവണമെന്നില്ല. പക്ഷെ അങ്ങനെ സത്യമാണെന്ന് ജീവിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം. കുറച്ച് കഴിയുമ്പോൾ നീ എല്ലാം മറക്കും. നീ കിച്ചണിൽ കറക്കി അരിഞ്ഞോണ്ടിരിക്കലായിരുന്നു, മറന്നുപോയോ? എന്ത് ചെയ്യാനാ? നീ വന്നേ, വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാകും. ഇവിടെ ചോറും കറിക്കാൻ ഞാൻ വെച്ചോളാം, ഇവിടെ ഇരുന്നാ മതി. കുറച്ച് കഴിയുമ്പോൾ നീ എല്ലാം മറക്കും. പഴയതുപോലെ എല്ലാം മറന്നെ സ്നേഹിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാം ഒന്നും എപ്പോഴും സത്യമാവണമെന്നില്ല. വർഷേ, ഒന്നിങ്ങ് വന്നേ. അവളെ വീണ്ടും ചാറ്റൊക്കെ കണ്ടു. പഴയ പോലെ തന്നെ കുറച്ചേരം ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഇപ്പൊ കിടന്നുറങ്ങും. ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കും. ഞാൻ വിളിക്കാം. എഴുന്നേറ്റോ? ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റോ? പേടിച്ചോ? ചെറുതായിട്ട്. എന്തിനാ പഠിക്കുന്നത്? ഞാനിവിടെ. ഓക്കെ ആയപ്പോ എന്നാ ഒരു ചെറിയ ചായ കിട്ടോ? പോയിട്ടോ. നീ ഡയറി എഴുതുമല്ലോ? ഇടയ്ക്ക്. ഇപ്പൊ കുറച്ച് നാളെ എഴുതിയിട്ട്. നാളെ ഞാനെല്ലാം മറന്നുപോയാലും എന്നെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെ നല്ലതല്ലേ? ഞാനിവിടെ ഇല്ലേ? അപ്പൊ നിന്നെ എനിക്ക് ആരും ഓർമ്മിപ്പിച്ചു തരും? അത് നീ പറഞ്ഞു തരുന്നതിലും നല്ലതല്ലേ ഞാൻ എന്നോട് തന്നെ പറയുന്നത്. കാപ്പിയോടി, ഞാനൊന്ന് കിടക്കട്ടെ. ആരാണെന്നറിയാതെ എന്തിനെന്നറിയാതെ ജീവിക്കുക എന്നത് മരണത്തേക്കാൾ ഒട്ടും ഭേദപ്പെട്ട അവസ്ഥയല്ലെന്ന് എനിക്കിന്ന് ഉറപ്പുണ്ട്. ഇന്ന് ഓർമ്മകൾ അല്പമെങ്കിലും എൻ്റെ തലച്ചോറിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നാളെ അതുമില്ലാതാവുന്ന ഒരു ജീവിതത്തെ ഭയത്തോടെയാണെങ്കിലും ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഇന്ന് ഈ ലോകത്തുള്ളൂ. രാഹുലിനോടൊപ്പം ഞാൻ ജീവിച്ചു തീർത്ത നിമിഷങ്ങൾ. രാഹുൽ എനിക്ക് ആരാണെന്ന് ഈ ലോകത്ത് എന്നേക്കാൾ നന്നായി മറ്റാർക്കും പറഞ്ഞു തരാനാവില്ല. എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. എന്നെ വിശ്വസിക്കാൻ, എനിക്ക് വിശ്വസിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനിലുള്ള വിശ്വാസമാണ് എന്നെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഓർമ്മകൾ നശിച്ചാൽ ജീവിതം ബാക്കിയാണ് എന്ന് മനസ്സിലാക്കുക. നാളെ എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ എഴുതുന്ന വാക്കുകളെ വിശ്വസിക്കുക. വർഷ ആരുമില്ലാത്തവളായിരുന്നില്ല. അവളെ സ്നേഹിക്കാൻ, അവൾക്ക് സ്നേഹിക്കാൻ അവളോടൊപ്പം ഈ ലോകത്ത് ഒരാളുണ്ടായിരുന്നു.